ഇവിടെയാണ് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം. ഭഗവാനെ പേടിയില്ലാത്ത, ഭക്തരെ പേടിയില്ലാത്ത ഇത്തരം ആളുകൾ ഏത് ദേവസന്നിധിയിൽ ഇരുന്നാലും ശരി തന്നെ ഈ ദേവസന്നിധികളിൽ ഇപ്പൊ നടക്കുന്ന അനീതിയും അധികാര ദുർവിനിയോഗവും ഈ കളവും കരിഞ്ചന്തയും എല്ലാം നടക്കും. ഈ മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന പാവപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളുടെ, ഇപ്പൊ ഈഴവ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ സ്ഥിതി ഇതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയിൽ കണ്ടു കാണും, കൂടൽമാണിക്യ ക്ഷേത്രം ഒറ്റ ക്ഷേത്രമേ ഉള്ളൂ. ആ ക്ഷേത്രത്തിൽ ഇപ്പോ ഒരു കഴകം, ഒരു ചെറുപ്പക്കാരനെ ഇപ്പൊ നിയമിച്ചു. ആ ചെറുപ്പക്കാരന്റെ പേര് അനുരാഗ്. അനുരാഗ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. ഈഴവ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്. കഴകമാണ്, ജോലി മാലകെട്ടാണ്. മാലകെട്ടിന് അവിടെ നിയോഗിച്ചപ്പോ 6 തന്ത്രിമാരാണ് ഇരിങ്ങാലക്കുടയിലുള്ളത്. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ 5 തന്ത്രിമാരും ക്ഷേത്രം ബഹിഷ്കരിച്ചു പോയി. 5 തന്ത്രിമാരും ക്ഷേത്രം ബഹിഷ്കരിച്ചു പോയി. ഇപ്പൊ അവിടെ കഴിഞ്ഞ ദിവസം നടക്കുന്ന ഒരു ചടങ്ങുണ്ട്, തൃപ്പുത്തരി. തൃപ്പുത്തരി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിലത്ത് കന്നിക്കൊയ്ത്ത് നടത്തി അതിൽ നിന്ന് ധാന്യമുണ്ടാക്കി ഭഗവാന് കൊടുക്കുന്ന, ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭരതനാണ്, ആ ഭഗവാന് കൊടുക്കണം. അതാണ് തൃപ്പുത്തരി. അതിന്റെ തൊട്ടടുത്ത ദിവസം ഒരു ചടങ്ങുണ്ട്, മുക്കുടി എന്നാണ് പറയുന്നത്. മുക്കുടി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ തൃപ്പുത്തരി കഴിച്ച് അദ്ദേഹത്തിന്റെ ഉദരത്തിന് കുഴപ്പം സംഭവിച്ചു. അപ്പൊ എന്ത് ചെയ്തു, അങ്ങാടിക്കൂട്ടുണ്ടാക്കി അങ്ങാടിക്കൂട്ട് ഭഗവാന് കൊടുക്കുകയാണ് തൊട്ടടുത്ത ദിവസം. അതാണ് അടുത്ത ചടങ്ങ്. അപ്പൊ തൃപ്പുത്തരിയും മുക്കുടിയും ആലോചിച്ച് നോക്ക്. ഇനി ഭഗവാൻ പട്ടിണി കിടന്നാലും ഭഗവാന്റെ വയറിന് കുഴപ്പം സംഭവിച്ചാലും ഞങ്ങളുടെ പ്രശ്നമല്ലാന്ന് കരുതി 5 തന്ത്രിമാരും എന്ത് ചെയ്തു, ബഹിഷ്കരിച്ചു പോയി. എന്താ സംഭവിച്ചത്? പാവപ്പെട്ട ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു കഴകത്തിനെ അവിടെ നിയമിച്ചതാണ് പ്രശ്നം. ഇപ്പൊ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ പ്രത്യേക മോട്ടോർ വെച്ചിരിക്കുന്നു വെള്ളം എടുക്കാൻ. ആ മോട്ടറിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം എടുത്ത ചെറുപ്പക്കാരന് കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നടക്കുന്നത് കേരളത്തിലാണ്. നിയമിച്ചത് സംസ്ഥാന ഗവൺമെന്റും ബോർഡുമാണ് നിയമിച്ചിരിക്കുന്നത്. ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കഴകമായി നിയമിതനായി കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അത് കാരാഴ്മയാണ്, ഞങ്ങളുടെ അവകാശമൊന്നും ആണെന്ന് പറഞ്ഞിട്ട് വാര്യര് സമാജം ബഹിഷ്കരിച്ചു പോവുകയാണ് ക്ഷേത്രം. ഈ സ്ഥിതി കേരളത്തിൽ തുടരാൻ പറ്റുമോ? നമുക്ക് അനുവദിക്കാൻ പറ്റുമോ കേരളത്തിൽ? കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നാണ് പറയുന്നത്.